I have no taste of life in this. മണിപ്പൂർ സംസ്ഥാനത്ത് നിലവിലുള്ള പട്ടാളത്തിന്റെ പ്രത്യേക അധികാര നിയമം, അതായത് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് 1958 പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 16 വർഷങ്ങളായി നിരാഹാര സമരം നടത്തിയിരുന്ന മണിപ്പൂരിലെ ഒരു കവയിത്രിയും പത്രപ്രവർത്തകയും സന്നദ്ധ പ്രവർത്തകയുമാണ് ഇറോം ചാനു ശർമിള. 2000 നവംബർ 2 ഇവർ നിരാഹാര സമരം ആരംഭിച്ചത്. 2016 ഓഗസ്റ്റ് 9 നിരാഹാര സമരം പിൻവലിച്ചു. മണിപ്പൂരിലെ ഉരുക്കു വനിത എന്നാണ് ഇറോം ശർമിള ഇപ്പോൾ അറിയപ്പെടുന്നത്. മണിപ്പൂരിലെ ഇംഫാൽ താഴ്വരയിലെ മാലോം ടൗണിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് 2000 നവംബർ 2 ആസാം റൈഫിൾസിലെ പട്ടാളക്കാർ മെയ്തി വിഭാഗത്തിലെ ബസ് കാത്തുനിന്ന 10 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തി. മൗലോം കൂട്ടക്കൊല എന്നറിയപ്പെട്ട ഈ സംഭവത്തെ തുടർന്നാണ് ഇറോം ശർമിള അന്ന് തന്നെ തന്റെ നിരാഹാര സമരം തുടങ്ങിയത്. 62 വയസ്സുള്ള ലേയ് സെൻബകം ഇബൈ തോമി എന്ന വൃദ്ധയും 1988 ധീരതയ്ക്കുള്ള പുരസ്കാരം നേടിയ സിനം ചന്ദ്രാമണി എന്ന കൗമാരക്കാരും പട്ടാളക്കാർ നടത്തിയ കൂട്ടക്കൊലയിൽ മരിച്ചിരുന്നു. കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട 10 പേരുടെയും വെടിയേറ്റ ചിത്രങ്ങളോടെയാണ് പിറ്റേന്നത്തെ പത്രങ്ങൾ പുറത്തിറങ്ങിയത്. നിരാഹാരം തുടങ്ങുമ്പോൾ ഇറോമിന് 28 വയസ്സായിരുന്നു പ്രായം. ആഹാരവും വെള്ളവുമില്ലാതെ തുടരുന്ന ഈ സമരം ഇറോമിന്റെ മരണത്തിലെ കലാശിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സർക്കാർ ശർമിളയുടെ പേരിൽ ആത്മഹത്യാ കുറ്റമാരോപിച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പിന്നീട് ശർമിളയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇറോമിന്റെ ആരോഗ്യം ദിനംപ്രതി മോശമാവുകയായിരുന്നു. ഇറോമിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്വാസനാളത്തിലൂടെ ഒരു കുഴലിട്ട് നിർബന്ധപൂർവം ദ്രവരൂപത്തിലുള്ള ഭക്ഷണം നൽകുകയായിരുന്നു. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം ഇങ്ങനെ നൽകിക്കൊണ്ട് ശർമിളയുടെ ജീവൻ നിലനിർത്തി. 2006 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി പ്രമാണിച്ച് ശർമിളയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു. തുടർന്ന് ശർമിള ഡൽഹിയിലേക്ക് പോവുകയും മഹാത്മാഗാന്ധിയുടെ സമാധിയായ രാജ്ഘട്ട് സന്ദർശിക്കുകയും പിന്നീട് ജന്തർ മന്ദറിൽ തന്റെ നിരാഹാരം പുനരാരംഭിക്കുകയും ചെയ്തു. ഇവിടെ ശർമിളയുടെ സമരത്തിന് പിന്തുണ നൽകാനായി ധാരാളം വിദ്യാർത്ഥികളും മനുഷ്യാവകാശ പ്രവർത്തകരും എത്തിച്ചേർന്നു. മണിപ്പൂരിലും മറ്റു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അക്രമത്തിന് കാരണമായ ഈ പ്രത്യേക പട്ടാള നിയമം പിൻവലിക്കുക എന്നത് മാത്രമായിരുന്നു ഇറോമിന്റെ ലക്ഷ്യം. ഇതേ തുടർന്ന് ശർമിള വീണ്ടും അറസ്റ്റിലായി. AFSPA എന്ന ഈ നിയമത്തിൽ അയവ് വരുത്താമെന്ന 2006 ഡിസംബർ 2 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നൽകിയ ഉറപ്പ് ഇറോം ശർമിള നിരാകരിക്കുകയായിരുന്നു. ഈ നിയമം പൂർണ്ണമായി പിൻവലിക്കുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്ന് ശർമിള പ്രഖ്യാപിക്കുകയും ചെയ്തു. 2006 നവംബർ ഒടുവിലായി ഇറാനിലെ സന്നദ്ധ പ്രവർത്തകയും നൊബേൽ സമ്മാന ജേതാവുമായ ഷിറിൻ ഇബാദി ഇറോമിനെ സന്ദർശിക്കുകയും മണിപ്പൂരിലെ ഈ സൈനിക നിയമത്തിനെതിരെയുള്ള സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന അണ്ണാ ഹസാരെയെ ഇറോം മണിപ്പൂർ സന്ദർശിക്കുന്നതിനായി ക്ഷണിച്ചു. അണ്ണാ ഹസാരെ ക്ഷണം സ്വീകരിക്കുകയും തന്റെ 2 പ്രതിനിധികളെ മണിപ്പൂർ സന്ദർശിക്കാനായി അയക്കുകയും ചെയ്തു. 2011 ഒക്ടോബറിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഇറോം ശർമിളയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നു. പ്രത്യേക പട്ടാള നിയമം പുനഃപരിശോധിക്കണമെന്ന് അവർ ശക്തമായി ആവശ്യപ്പെട്ടു. സമരം തുടങ്ങി 11ാമത്തെ വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നിയമം പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറോം ശർമിളയെ ക്ഷണിക്കുകയുണ്ടായി. ആ കൂടിക്കാഴ്ച കൊണ്ട് ഫലം കാണാതെ പോയ ഇറോം വീണ്ടും തന്റെ നിരാഹാരത്തിലേക്ക് തന്നെ തിരിഞ്ഞു. ഇറോമിന്റെ നിരാഹാര സമരം ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞ് 1.5 ദശാബ്ദങ്ങളും പിന്നിട്ടു. അപ്പോഴേക്കും താൻ ഏത് ജനതയ്ക്ക് വേണ്ടിയാണോ ഇറങ്ങിപ്പുറപ്പെട്ടത്, മണിപ്പൂരിലെ ആ ജനത പോലും ഇറോമിനെ മറന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ സമരം തുടങ്ങി 16ാമത്തെ വർഷം ഒരു പ്രയോജനവുമില്ലാതെ പോയ തന്റെ സമരം ഇറോം പിൻവലിച്ചു. സമരത്തിലൂടെ കഴിയാത്ത ആ കാര്യം തനിക്ക് അധികാരം കിട്ടിയാൽ സേനയുടെ ഈ പ്രത്യേക അധികാരം എടുത്തു കളയാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഇറോം പീപ്പിൾസ് റീസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു. 2017 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്നാൽ അവിടെയും ഒറ്റപ്പെടലായിരുന്നു ഫലം. നോട്ടയ്ക്ക് പോലും 143 വോട്ട് ലഭിച്ച തെരഞ്ഞെടുപ്പിൽ ഇറോമിന് ലഭിച്ചത് വെറും 90 വോട്ടുകൾ. നീണ്ട 16 വർഷത്തെ സഹനം തെരഞ്ഞെടുപ്പിലെ പരാജയത്തോട് കാണിക്കാൻ കഴിയുന്നില്ല എന്ന് കാണിക്കുന്നതായിരുന്നു ഇറോമിന്റെ പ്രതികരണം. I have no taste of life in this.
stagnant society. So hard. So hard. എനിക്ക് ഞാൻ വഞ്ചിക്കപ്പെട്ടതുപോലെ തോന്നുന്നു. പക്ഷേ ഇത് ജനങ്ങളുടെ തെറ്റല്ല. അവർ നിഷ്കളങ്കരാണ്. അവരെനിക്ക് വോട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ ചിലർ വിലയ്ക്ക് വാങ്ങി. തങ്ങളെ സ്വാധീനിച്ച പണക്കൊഴുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ വിധിയെഴുതി. ഇറോം ചാനു ശർമിള എന്ന രാഷ്ട്രീയക്കാരിയെയല്ല അവർക്കാവശ്യം. മണിപ്പൂരിനെ സെൻസേഷണൽ വാർത്തകളിൽ നിത്യവും നിർത്തിയിരുന്ന വെള്ളമിറക്കാത്ത സമരനായികയാണെന്നും അന്ന് ഇറോം പറഞ്ഞു. ഒരഭിമുഖത്തിൽ ഒരിക്കൽ ഇറോം പറഞ്ഞിരുന്നു, സ്വകാര്യമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത ജന്മത്തിൽ മനുഷ്യനായി പിറക്കണ്ട. കാരണം അത്രമാത്രം ആർദ്രതയില്ലാത്തവരാണ് മനുഷ്യർ. പക്ഷേ ഇന്നും ഇറോം ശർമിള മണിപ്പൂരിൻ്റെ സമരനായിക തന്നെയാണ്. യാത്ര തുടരുകയാണ്.